മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്ന വചനം 92-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഈ തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ ചിതറിപ്പോകുന്നു. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ശത്രുവല്ല, ഞാൻ ദൈവത്തിൻ്റെ മിത്രമെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ അപ്പുറം ഞാൻ അവൻ്റെ മകനാണ്. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചിതറിപ്പോകുന്നതല്ല, നശിച്ചു പോകുന്നതല്ല. ഇന്നത്തെ പകൽ ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുത്തോണം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പൊട്ടി തകർന്നു പോകുന്നതല്ല, ചിതറിപ്പോകുന്നതല്ല, നശിച്ചു പോകുന്നതല്ല. കാരണം കർത്താവ് നിങ്ങളുടെ പിതാവായിരിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ മിത്രമായിരിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എന്തായി തീരുമെന്ന് ഇവിടെ എഴുതിയേക്കാണ്. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഭയമില്ലാത്ത ഒരു കാട്ടുമൃഗമാണ് കാട്ടുപോത്ത്. അതിൻ്റെ കൊമ്പ് എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതിൻ്റെ ശക്തിയേറിയൊരു ആയുധമാണ് എൻ്റെ കൊമ്പ്. സ്തോത്രം. അപ്പോൾ ഒരു അഭിഷക്തനോട് പറയുകയാണ്, ഇങ്ങനെ ആയിരിക്കും ഒരു ദൈവഭക്തൻ. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, പുതിയ എണ്ണ അവനെ തേപ്പിക്കും. ഹല്ലേലൂയ. പുതിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് തരും. പുതിയത് ദൈവം ചെയ്യും. ദൈവം എന്ന് പറയുന്നൊരു ഉറപ്പുള്ള സന്ദേശമാണ്. നീ നശിക്കാനുള്ളവനല്ല, നീ ചിതറാനുള്ളവനല്ല, മറിച്ച് ഉയരാനുള്ളവനാണ്, പുതിയത് അനുഭവിക്കാനുള്ളവനാണ്. താഴേക്ക് വരുമ്പോൾ പറയുന്നു, പന പോലെ തഴയ്ക്കാനുള്ളവനാണ്, ലബാനോനിലെ ദേവദാരു പോലെ വളരാനുള്ളവനാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രാകാരങ്ങളിൽ തഴയ്ക്കാനുള്ളവനാണ്, വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കാനുള്ളവനാണ്. ആമേൻ. പുഷ്ടി വെച്ച് പച്ച പിടിച്ച് ഇരിക്കാനുള്ളവനാണ്. നിങ്ങളുടെ ലൈഫ് ടോട്ടലി അത്ഭുതമാണ്. അതാണ് ഞാൻ ഇന്ന വാക്ക് തന്നെ. എല്ലായിടത്തും, നിങ്ങളുടെ യൗവനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വാർദ്ധക്യത്തിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ഓരോ വർഷങ്ങൾ കൂടുന്തോറും നിങ്ങൾ ആരോഗ്യത്തിലും മാനസികമായും ശാരീരികമായൊക്കെ ബലപ്പെട്ടിരിക്കും. നല്ലതുകൾ വന്നുകൊണ്ടിരിക്കും, നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യെസ്. എന്ത് ഇത്ര ഉറപ്പ്? വചനമല്ലേ നമ്മുടെ ഉറപ്പ്, അനുഭവം അല്ലല്ലോ നമ്മുടെ ഉറപ്പ്, ചുറ്റുപാടുകളല്ലല്ലോ നമ്മുടെ ഉറപ്പ്, മറ്റുള്ളവരുടെ ചരിത്രമല്ലല്ലോ നമ്മുടെ ഉറപ്പ്. നമ്മുടെ ഉറപ്പ് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനത്തെ എപ്പോഴും നിങ്ങൾ ധ്യാനിക്കണം. ദൈവവചനമായിരിക്കണം നിങ്ങളുടെ ആധാരം. ഒരിക്കൽ കൂടി പറഞ്ഞാൽ ആഹാരം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോടുള്ള വ്യക്തിപരമായ ദൂതാണ്, നിന്റെ കൊമ്പുയരും, പുതിയ എണ്ണ തേപ്പിക്കും. സ്തോത്രം. പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ വളരും.
സ്തോത്രം. ആലയത്തിൻ്റെ നടുതലയായിരിക്കും നിങ്ങൾ പ്രാകാരങ്ങൾ തഴയ്ക്കും. ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചു വളരും. സ്തോത്രം. വാർദ്ധക്യത്തിലും ഫലം കഴിക്കും. പച്ച വെച്ചും പുഷ്ടി പ്രാപിച്ചുമിരിക്കും യേശുവിൻ നാമത്തിൽ. ഈ പ്രോഫസി, ഈ വചനത്തിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുക. വചനത്തെ തന്നെ കണ്ണുടച്ച് വിശ്വസിക്കുക. ചില വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നു. ബലമുണ്ടാകാൻ പോയ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം സഹായിക്കും. ബലം ദൈവം തരികയാണ്. അപ്പോൾ തന്നെ പെട്ടെന്നുണ്ടായ ചില രോഗങ്ങൾ നിമിത്തം ബലം നഷ്ടപ്പെട്ട ചിലർ ഈ വചനം കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇനിയും തിരിച്ചു വരും. നിങ്ങൾ ഇനിയും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും. ഇനിയും നിങ്ങൾ ജോലി ചെയ്യും. ഇനിയും നിങ്ങളുടെ കുടുംബം പുലർത്തും. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വചനം തുടർമാനം കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. പുതിയത് ദൈവം നിങ്ങളുടെ മേൽ ഇടാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ കർത്താവേ ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുപ്പാ, നീ ഞങ്ങളെ കർത്താവെ ഉയർത്തുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, പുതിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ തഴച്ചു വളരുമാറാക്കി ഞങ്ങളെ ഫലം നൽകുന്നവരാക്കി അങ്ങ് ഞങ്ങളെ മാറ്റുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, വാർദ്ധക്യത്തിലും ഞങ്ങളെ ബലത്തോടെ നിർത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യും. ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഞങ്ങളെ ഉയർച്ചകളെ പകർന്നു പ്രാർത്ഥിക്കുന്നു. അവർ വളരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവർ ബലപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സമൃദ്ധമായിരിക്കുക. തഴച്ചു വളരുന്നവരാകുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളെ തുടർമാനം നിങ്ങൾ കേൾക്കണേ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഞങ്ങളെ അറിയിക്കണേ. ഗോഡ് ബ്ലെസ് യു.